ഈ 12ാം വാർഡിലെ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ വോട്ടർമാരെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നമ്മളെല്ലാവരും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ കടലുണ്ടി പഞ്ചായത്ത് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളോട് ചില വാഗ്ദാനങ്ങളൊക്കെ തന്ന് നമ്മളെ വളരെയേറെ സുഖകരമായ രീതിയിൽ സുഖിപ്പിച്ച് ഇവിടെ നിന്ന് വോട്ട് വാങ്ങിക്കൊണ്ട് ഒരു മെമ്പറായി പോകുന്നവർ നമ്മളോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ നാട്ടിൽ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ വോട്ടർമാര് തീർച്ചയായും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം നമ്മുടെ മനസ്സുകളിൽ എടുത്തിട്ടുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. ഈ അവസാന നിമിഷത്തിൽ അത് തിരുത്തുവാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇത്തരത്തിൽ ഇവിടെ വന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ NDAക്ക് ഈ കടലുണ്ടി പഞ്ചായത്ത് 12ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ട്. അത് കേട്ടതിന് ശേഷം, എന്നെ ശ്രമിച്ചതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങളുടെ തീരുമാനത്തെ ഞങ്ങൾ മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ വോട്ടുകുത്തികളായി മാത്രം മാറിയാൽ മതിയോ? വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ ആ വിജയിച്ചു പോയതിനു ശേഷം എത്രത്തോളം ആ കാര്യത്തിൽ നീതി പുലർത്തിയിട്ടുണ്ട്, ഈ വാർഡിന്റെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ തരുണത്തിൽ നമ്മൾ ഒന്ന് ഓർത്തു നോക്കേണ്ടതാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആഗോള രാഷ്ട്രീയ വിഷയങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യേണ്ടത്. പിന്നെയോ ഈ ഗ്രാമാന്തരങ്ങളിൽ നൂറുകണക്കിന് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ കളയുന്നത് മുതൽ നമുക്ക് മാന്യമായിട്ട് റോഡിലേക്ക് ഇറങ്ങുവാനുള്ള സംവിധാനം വരെ ഉണ്ടാവണ്ടേ? നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നുണ്ടോ എന്നറിയണ്ടേ? നമുക്ക് ശുദ്ധജലം നമ്മുടെ വീടുകളിൽ കിട്ടുന്നുണ്ടോ എന്നറിയണ്ടേ? നമ്മുടെ റോഡുകൾ സഞ്ചാരയോഗ്യമാണോ എന്നുള്ളതിനെ കുറിച്ച് അറിയണ്ടേ? അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതിന് പകരം സ്വർണ്ണക്കൊള്ളയും ഗർഭകാലത്തെ കാര്യങ്ങളും ഗർഭം കലക്കുന്ന കാര്യവും ഇത് ചർച്ച ചെയ്തിട്ട് എത്രത്തോളം നമ്മുടെ വാർഡുകളിൽ, നമ്മുടെ പഞ്ചായത്തുകളിലെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയും? ഇവിടെ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലുള്ള ദരിദ്രനാരായണന്മാർക്ക് ലഭ്യമാക്കുവാൻ നമ്മുടെ വാർഡിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള വാർഡ് മെമ്പർമാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ടത്? എനിക്ക് പറയുവാനുള്ളത്, രാഷ്ട്രീയ പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുൻപുള്ള 5 വർഷക്കാലം, എന്തിന് ഒരു 25 വർഷം നമ്മൾ പിന്നോട്ട് ചിന്തിച്ചാൽ എന്ത് മാറ്റമാണ് ഈ കടലുണ്ടി പഞ്ചായത്തിലെ 12ാം വാർഡിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ ഒരു ശരാശരി മലയാളിയുടെ അല്ലെങ്കിൽ ഒരു കേരളീയന്റെ, ഒരു ഇന്ത്യക്കാരന്റെ, ഈ കടലുണ്ടി പഞ്ചായത്തിൽ താമസിക്കുന്ന ഈ വാർഡിലെ നിവാസികളുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുവാൻ ഓരോ വർഷം തോറും
35% അധിക വരുമാനം കണ്ടെത്തണമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് ബിജെപിയുടെ കണക്കല്ല, ഇത് കടലുണ്ടി പഞ്ചായത്തിലെ ബിജെപിയുടെ കണക്കല്ല, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കണക്കല്ല. മുണ്ടേ സിംഗ് അലുവാലിയ എന്ന് പറയുന്ന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മൻമോഹൻ സിംഗിന്റെ രണ്ടാമത്തെ ടേണിൽ പാർലമെന്റിൽ വെച്ചൊരു കണക്കാണ്. ഞാൻ വിശദീകരിക്കാം. മുണ്ടേ സിംഗ് അലുവാലിയ പാർലമെന്റിൽ വെച്ച കണക്കിൽ പറയുന്നത് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ, ആ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 12ാം വാർഡിലെ നിവാസികൾ അടക്കം, അവരുടെ ജീവിത നിലവാരം മുന്നോട്ട് പോകുവാൻ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ വരുമാനത്തിന്റെ 35% അധിക വരുമാനം ലഭിക്കണമെന്നാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്? കഴിഞ്ഞ വർഷം നമ്മൾ ഇത്തരത്തിൽ എങ്ങനെയാണോ ജീവിച്ചത്, അതേ ജീവിതം ഈ വർഷവും അനുവർത്തിച്ചു വരുവാൻ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ വരുമാനം കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. അതിന് 35% അധിക വരുമാനം വേണ്ടിവരും. അതായത് കഴിഞ്ഞ വർഷം 10,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളിന് ഈ പ്രാവശ്യം 13,500 രൂപ ശമ്പളം കിട്ടണം. എന്തുകൊണ്ട്? അത്രത്തോളം വില നിലവാരം അവശ്യ സാധനങ്ങൾക്കടക്കം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ 3.5% വർധനവ് നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി അഡ്രസ് ചെയ്യേണ്ടത് ആ വിഷയത്തെ കുറിച്ചാണ്. തൊട്ടതിന് 99 കൂട്ടത്തിനും വില വർധനവ്. ഇവിടെ മനുഷ്യന്റെ ആത്മാഭിമാനവും ജീവനും മാത്രമാണ് വിലക്കുറവുള്ളത്. പിണറായി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവരൊരു പരസ്യം ചെയ്തു. അടുത്ത 5 വർഷക്കാലത്തേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഞങ്ങൾ കൂട്ടില്ല എന്നാണ്. അതടിച്ചു വന്നത് അവരുടെ പാർട്ടി നോട്ടീസിൽ, അതായത് ദേശാഭിമാനി പത്രത്തിൽ. ആ ദേശാഭിമാനി പത്രത്തെ ഞങ്ങൾ പത്രം എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ വരുന്ന പാർട്ടി നോട്ടീസ്. ആ പാർട്ടി നോട്ടീസിൽ അടിച്ചു വന്നത് അടുത്ത 5 വർഷക്കാലത്തേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ പത്രത്തിന്റെ വിലയും എത്രയാ? അന്ന് 5 രൂപ ഉണ്ടായിരുന്ന പത്രത്തിന് ഇന്ന് 10 രൂപയാണ്. 9 രൂപയെ സത്യത്തിൽ പൈസ ഉള്ളെങ്കിലും 10 രൂപ അപ്പോൾ കൊടുക്കണം, കാരണം 1 രൂപ തിരിച്ചു തരാൻ മാർഗമില്ലാത്തപ്പോൾ. അപ്പോൾ 100% വർദ്ധിപ്പിച്ചു ആ പത്രത്തിന്റെ വില. അപ്പൊ പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളുടെ വില നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ അത്തരത്തില് ഇന്ന് സാധാരണക്കാരന്റെ ജീവിത സാഹചര്യം ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്ക് ഓരോ സാധാരണക്കാരന്റെയും ജീവിത നിലവാരം എത്രത്തോളം തരം താഴ്ത്താൻ കഴിയുമോ അത്രത്തോളം സംഭവിച്ചിട്ടുള്ള 10 വർഷത്തെ ഭരണത്തിന്റെ തണലിൽ ഈ കടലുണ്ടി പഞ്ചായത്തിന്റെ 12ാം വാർഡിൽ താമസിക്കുന്ന ഞാനും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ 35% അധികം വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നത്? ഇവിടെ 35% പോയിട്ട് 3.5% പോലും വർധനവ് നമ്മുടെ വരുമാനത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിന് സമാധാനം പറയേണ്ടത് നമ്മളുടെ വാർഡ് മെമ്പറാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുവാൻ കഴിയുന്ന തരത്തിൽ കേന്ദ്ര സർക്കാര് നൂറുകണക്കിന് പദ്ധതികൾ ഈ കൊച്ചു കേരളത്തിലെ ഈ കടലുണ്ടി പഞ്ചായത്തിലെ 12ാം വാർഡ് നിവാസികൾക്ക് വേണ്ടി മാത്രം, അതുപോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുമ്പോൾ ബിജെപിക്ക് ഗുണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ LDF-കാരനും UDF-കാരനും അത് മറച്ചു വയ്ക്കുകയാണ്. അത് നമ്മളുടെ വീട്ടിൽ കിട്ടുന്നില്ല, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് നമുക്ക് അഡ്രസ് ചെയ്യണ്ടേ? എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ പഞ്ചായത്ത് മെമ്പറുടെ ഉത്തരവാദിത്വമല്ലേ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പദ്ധതികൾ കൊണ്ടുവന്ന് നമ്മളെ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതകൾ ഇവര് കണ്ടെത്തണ്ടേ? പകരം ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ഏതെങ്കിലും തരത്തില് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നടപ്പിലാക്കാതിരിക്കും. അഥവാ ഇവിടുത്തെ പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കുകയാണെങ്കിൽ പേരുമാറ്റി ഇത് അവരുടേതാക്കി മാറ്റും. അപ്പോൾ ഒന്നെങ്കിൽ പേരുമാറ്റി വല്ലവന്റെയും കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കുന്നത് പോലെ, വല്ലവന്റെയും ഗർഭത്തിന് ഉത്തരവാദിത്വം ചെയ്യുന്നത് പോലെ ഇവർ വല്ലവന്റെയും ഗർഭം ഏറ്റെടുക്കുന്ന അവസ്ഥാവിശേഷം. അങ്ങനെയുള്ള 18ഓളം കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റിന്റേതാക്കിയിട്ട് എന്ന് സംസ്ഥാന ഗവൺമെന്റ് ആക്കിയിരിക്കുകയാണ്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം സുഹൃത്തുക്കളെ. ഇവിടെ 2014
മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ബാങ്കിംഗ് മേഖലയുമായിട്ടുള്ള ബന്ധം വെറും 32% മാത്രമാണ്. 68% ആളുകൾ ബാങ്കിംഗ് മേഖലയുമായി ബന്ധമില്ലാത്തതാണ്. ഇവിടെ നമ്മൾ മത്സരിക്കുന്ന ഷിജിമോളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ BJPയുടെ പ്രവർത്തകന്മാര് മണ്ണൂരോളം അങ്ങാടിയിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു ടേബിൾ ഇട്ട് 2 കസേരയും ഇട്ട് ഞങ്ങൾ ഒരു ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചു. വീട് വീടാന്തരം BJPയുടെ പ്രവർത്തകന്മാര് കയറിയിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, ഒരു അപേക്ഷ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് തന്നാൽ മാത്രം മതി, ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾ എടുത്തു തരുമെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അതിന്റെ തൊട്ട് പിറകെ ഇവിടുത്തെ വികസന വിരോധികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, ഇവിടുത്തെ ലീഗുകാരൻ, ഇവിടുത്തെ കോൺഗ്രസുകാരൻ വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞു, ഇത് മോദിയുടെ തട്ടിപ്പാട്, ഇവിടെ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് സർവ്വസാധാരണമാണ്, ഇവിടെ ഇനിയിപ്പം മോദി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണ്ട എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, വികസനത്തെ എങ്ങനെ തട്ടിത്തെറിപ്പിക്കാമെന്ന് നോക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, അവര് ഈ ജൻധൻ യോജന അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് ഒഴിവാക്കാൻ ശ്രമിച്ചു. സുഹൃത്തുക്കളെ, എന്തിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നടപടിയെടുത്തത് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇന്നിപ്പോ അറിയാമല്ലോ, മോദി സർക്കാരെ എങ്ങനെ കുത്തിത്താഴിയിടാമെന്നുള്ളത് നോക്കിക്കൊണ്ട് നടന്നിട്ട് മാപ്പ് പറച്ചിലിന്റെ ഒരു ഘോഷയാത്ര തന്നെ നടത്തുകയാണ്. അദ്ദേഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ അച്ഛൻ രാജീവ് ഗാന്ധി ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സമയത്ത് പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നു ആ പ്രസ്താവന? ഒരു സാധാരണക്കാരൻ ഇന്ത്യ മഹാരാജ്യത്ത് 1 രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ അതിൽ 85 പൈസയും എത്തുന്നത് ഇടനില ഉദ്യോഗ വൃന്ദത്തിന്റെ കൈകളിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കൈകളിലാണ്. വെറും 15 പൈസ മാത്രമാണ് സാധാരണക്കാരന്റെ കീസയിലെത്തുന്നത് എന്ന് പറഞ്ഞത് BJPക്കാരനല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇവിടെ 60 വർഷത്തിൽ കൂടുതൽ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രിയുടെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അന്ന് 85 രൂപ 85 പൈസ ഏതെങ്കിലും രാഷ്ട്രീയ ഉദ്യോഗ വൃന്ദങ്ങളുടെ കൈകളിലേക്ക് പോയിട്ട് 1 രൂപ അനുവദിച്ചാൽ 15 പൈസ മാത്രം ഈ പറയുന്ന സാധാരണക്കാരന്റെ അക്കൗണ്ടിലല്ലോ പോക്കറ്റിലെത്തുന്ന അവസ്ഥാവിശേഷം മാറ്റുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി എടുത്ത പദ്ധതികളിലൊന്ന് ഇവിടുത്തെ സാധാരണക്കാരായ വ്യക്തികളെ ബാങ്കിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത്തരത്തില് ബാങ്കിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടുത്തെ വികസന മുരടിപ്പുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, അവൻ നടന്ന് വീടുകളിൽ കയറി ഇറങ്ങി ഇതുപോലെ ഈ വോട്ട് ചോദിക്കാൻ ക്യാമ്പയിൻ നടത്തുന്നത് പോലെ വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞു, നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ചെയ്താൽ അത് അബദ്ധത്തിലേക്ക് പോകും, ഇത് മോദി ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റിന്റെ ഒരു ജിമിക്കാണ് എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഇന്ന് 99% ഭാരതീയനും ബാങ്കിംഗ് മേഖലയിൽ പെട്ടിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ നമുക്ക് സാധാരണക്കാരന് കിട്ടണമെങ്കിൽ ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ അവന്റെ വീട്ടിൽ അവന്റെ അക്കൗണ്ടിൽ കിട്ടുന്ന അവസ്ഥാവിശേഷം വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ തരുണത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു, 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്. അദ്ദേഹം എന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി, ഇത് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല. നമുക്കറിയാമല്ലോ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞാല് മുട്ടയിലാണ് ബുദ്ധി. ഈ മുട്ട നമ്മുടെയൊക്കെ തലച്ചോറിലാണ് ബുദ്ധിയെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇവിടുത്തെ സഖാക്കന്മാരുടെ മുട്ടയിലാ ബുദ്ധി. ഇത് മുട്ടേന്ന് കയറി തലമണ്ടയിലെത്താൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഏതെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ മാറ്റിമറിക്കാൻ സാധിച്ചിട്ടുണ്ടോ അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരൻ അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. കാരണം ഇവന്റെ ബുദ്ധി മുട്ടേന്ന് ബുദ്ധി കയറി തലയിലെത്താൻ 10 വർഷം 20 വർഷം വേണ്ടി വരും. ഈ 20 വർഷം കൊണ്ട് ആ പദ്ധതി പിന്നീട് മാറ്റി പറയേണ്ടി വരും. അങ്ങനെയാണ് ഇത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മുട്ടേ ബുദ്ധിയുള്ള ഒരു നേതാവ്, വെറും നേതാവല്ല, 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് പറഞ്ഞു,
ഈ ബാങ്കിംഗ് മേഖലയില് ഇത്തരത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം 65% കൂടുതൽ ബാങ്കിംഗ് മേഖലയുമായി ബന്ധമില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരൻ, നിരക്ഷരൻ, അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് ഇവിടെ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവരുന്നത്? ഇതൊക്കെ മോദി സർക്കാരിന്റെ വെറും സ്വപ്നം മാത്രമാണ്, നടക്കില്ല എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഒന്ന് അടിച്ചു നോക്കിയാല് ഈ തോമസ് ഐസക്കിന്റെ അന്ന് പറഞ്ഞ വീഡിയോ നമുക്ക് പലരും യൂട്യൂബിലാക്കിയിട്ടൊന്ന് പുറത്തു വിട്ടിട്ടുണ്ട്, നമുക്കെല്ലാം കാണാൻ കഴിയും. അദ്ദേഹം ഒന്ന് ചോദിച്ചത് ഇവിടുത്തെ സാധാരണക്കാരെല്ലാം QR കോഡ് കൊണ്ട് നടക്കുമോ എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു വെട്ടിക്കടയുമായിട്ടിരിക്കുന്നവൻ പോലും അവന്റെ ഭാഗത്ത്, അവന്റെ കടയുടെ ഒരു ഭാഗത്ത് ഒരു QR കോഡ് ഉണ്ടായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു വീഡിയോ കാണുകയുണ്ടായി. ചാല മാർക്കറ്റിൽ നിന്ന് ഒരു അമ്മച്ചി പറഞ്ഞ ഒരു വീഡിയോ. അവരുടെ മീൻ കച്ചവടം ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ മുൻപിൽ ഇങ്ങനെ കുറെ പാത്രങ്ങളിൽ, ചെറിയ ചെറിയ പാത്രങ്ങളിൽ കൊഞ്ച്, കരിമീന്, മത്തി, ചാള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ചേച്ചി വന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് QR കോഡ് ഇല്ലേ, ഗൂഗിൾ പേയിൽ ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ അമ്മച്ചി തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ആ കൊഞ്ചാണ് വേണ്ടത്. ഈ കൊഞ്ചെടുത്ത സഞ്ചിയിലേക്ക് തട്ടിക്കൊടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന QR കോഡ് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രതിനിധിയാക്കാൻ വേണ്ടി ഒത്തൊരുമിച്ചുകൊണ്ട് ആവേശത്തോടെ കടന്നു വരികയാണ്. 5 വർഷം കൊണ്ട് വാർഡിൽ 7 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ സാക്ഷാത്കരിച്ച് നാടിനും സമൂഹത്തിനും അഭിമാനിക്കാവുന്ന ഒട്ടനവധി വികസനങ്ങളും അപ്പോഴേ അങ്ങനെ രസകരമായ ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് വടക്കേ ഇന്ത്യയിലെ അക്ഷരമറിയാത്ത, സ്കൂളിൽ പോകാത്ത ഓരോ വ്യക്തികളും ഈ കേരളത്തിൽ വന്നിട്ട് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നുണ്ട്. ആ കരിമ്പിൻ ജ്യൂസിന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കരിമ്പിൻ ജ്യൂസ് ചോദിച്ചാൽ അവന് 15 രൂപ ഗൂഗിൾ പേയിൽ കൊടുക്കാൻ QR കോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിന് കപ്പലണ്ടി കച്ചവടക്കാരൻ വരെ അവന്റെ തട്ടിന്റെ മുകളിൽ ഒരു QR കോഡ് ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ തലതൊട്ടപ്പനായിട്ടുള്ള തോമസ് ഐസക് പറഞ്ഞ വിഷയത്തിൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ബാങ്കിംഗ് മേഖല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇന്ന് സാധാരണക്കാരായ എന്നെ കേൾക്കുന്ന പലർക്കും കിസാൻ സമ്മാൻ നിധി എന്ന രീതിയിൽ 2000 രൂപ കേന്ദ്ര സർക്കാരിന്റെ വാങ്ങുന്നുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 19ാം തീയതി നവംബർ മാസം 19ാം തീയതി രാവിലെ 11 മണിക്ക് നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഒരു 2000 രൂപ ഒരു കിപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അതെടുത്ത് നോക്കുമ്പം മോദി ഗവൺമെന്റ് അയച്ചിട്ടുള്ള 2000 രൂപയുടെ 21ാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്റെയും നിങ്ങളുടെയും മൊബൈലിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ 42,000 രൂപ 21ാം ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 42,000 രൂപ ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിലേക്ക് നരേന്ദ്രമോദി സർക്കാർ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാമനാട്ടിലെ വൈദ്യരങ്ങാടിയിൽ ഞാനൊരു യോഗത്തിൽ സംസാരിച്ചതിന് ശേഷം അവിടുത്തെ പ്രവർത്തകരുമായിട്ട് ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെയുള്ള എന്റെ ഒരു സുഹൃത്ത്, ഒരു ലീഗുകാരൻ, അദ്ദേഹം ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, എല്ലാം പ്രസന്നട്ടാ, നിങ്ങള് മോദി സർക്കാർ 2000 കൊടുത്ത കാര്യമൊക്കെ കൊട്ടിഘോഷിച്ചല്ലോ, ഇത് RSSന്റെ കാര്യാലയത്തിൽ നിന്നാണോ കൊടുക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചോദിച്ചത് മറ്റൊരു കാര്യമാണ്. ഒരിക്കലുമല്ല, ഇത് RSSന്റെ കാര്യാലയത്തിൽ നിന്നോ BJPയുടെ കേന്ദ്ര ഓഫീസിൽ നിന്നോ ഒരിക്കലുമല്ല കൊടുക്കുന്നത്. ഇത് മോദിയുടെ അക്കൗണ്ടിൽ നിന്നും അല്ല കൊടുക്കുന്നത്, ഇത് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. പക്ഷേ അതിനു മുൻപ് ഇവിടെ 10-16 പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. 60 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചല്ലോ, മൻമോഹൻ സിംഗ് ഭരിച്ചല്ലോ. എത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സ്നേഹത്തോടെ. അദ്ദേഹത്തിന് വാക്കുകളില്ല പറയുവാൻ. ശരിയല്ലേ സുഹൃത്തുക്കളെ? ഇവിടെ ഇതിനു മുൻപ് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഭരിച്ചില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു 2000 രൂപ പോട്ടത് 200 രൂപ നിങ്ങളുടെയോ എന്റെയോ അക്കൗണ്ടിലേക്ക് തരുവാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ? നാളിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ സഖാക്കന്മാരുടെ വികസന വിരടിപ്പിനെ കുറിച്ചാണ്. ഈ കിസാൻ സമ്മാൻ നിധിയുടെ ക്യാമ്പയിൻ ഈ ആലിക്കലെ വായനശാലയുടെ മുൻപിൽ നടക്കുന്ന സമയത്ത്
ഞങ്ങള് വീടുകളിൽ കയറി ജൻധൻ അക്കൗണ്ടിന്റെ ക്യാമ്പയിൻ നടത്തിയതുപോലെ കൃഷിഭവനിൽ നിന്ന് നൂറുകണക്കിന് പേപ്പർ അപേക്ഷാ ഫോറങ്ങൾ ഒന്നിച്ചു വാങ്ങി ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ നടന്നു. അന്ന് മണ്ണൂർ വളവങ്ങാടിയിൽ 4-5 സഖാക്കന്മാർ കൂടിയിട്ട് ഈ കഴിഞ്ഞങ്ങോട്ട് വരുന്നവരോട്, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ പേപ്പറുമായിട്ട് അപേക്ഷാ ഫോറവുമായിട്ട് വരുന്നവരോട് തിരിച്ചു പറഞ്ഞത്, ഇതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഇത്തരത്തിൽ ഒരു കാരണവശാലും കൃഷിഭവനിലേക്ക് ഇത്തരത്തിൽ ഒരു അപേക്ഷ കൊടുക്കരുത്. കൊടുത്താൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് നിങ്ങളുടെ വസ്തുവകകൾ അത് ഡാറ്റാ ബാങ്കിലേക്ക് പോകും എന്നാണ്. അവിടെ നിങ്ങൾക്ക് വീട് വെക്കാൻ കഴിയില്ല, അത് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. പിന്നെയോ അത്തരത്തിലെ വീടാന്തരം കയറിയിറങ്ങി ഇവിടുത്തെ സഖാക്കന്മാര് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് പറയുകയുണ്ടായി, ഈ പ്രാവശ്യം വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ഇനിയിപ്പം നാളെ നിശബ്ദ പ്രചരണമാണല്ലോ, വരുമ്പോഴേ ഈ 12ാം വാർഡിൽ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, പ്രബുദ്ധരായ വോട്ടർമാരെ, സഖാക്കന്മാരുടെ മുഖത്ത് നോക്കി ചോദിക്കണം, ഒറ്റ പ്രാവശ്യം പോലും കിട്ടില്ല എന്ന് പറഞ്ഞത് 42ാമത്തെ തവണയും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2000 തന്നു. അത്തരത്തിൽ തന്ന പൈസയുടെ കാര്യത്തിൽ കളവ് പറഞ്ഞ നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ? എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ കയറാവുള്ളൂ എന്ന് പറയണം. അതാണ് ഞാൻ മുമ്പ് ആദ്യം സൂചിപ്പിച്ചത്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്കമിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ മാസം 1-ാം തീയതി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിൽ നിന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ്. നവംബർ 1-ാം തീയതി നമുക്കറിയാം കേരളപ്പിറവി ദിവസമാണ്. ആ കേരളപ്പിറവി ദിവസം അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം, അതൊരു കള്ളത്തരം, അദ്ദേഹം നിയമസഭയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഈ കേരളത്തിൽ അതിദാരിദ്ര്യമുള്ളവരില്ല. അങ്ങനെ ഉണ്ടായിരുന്ന 64,600 പേരെ, അല്ല 6 പേരെ, സോറി 64,006 പേരെ ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു. സുഹൃത്തുക്കളെ, എന്ത് വിരോധാഭാസമാണ്! അതിന് 2 മാസം മുൻപ് ഷൊർണൂർ MLA-ക്ക് നിയമസഭയിൽ നിന്ന് ഒരു വിവരം കിട്ടി. അദ്ദേഹം ചോദിച്ചത് ഈ കേരളത്തിൽ അതിദാരിദ്ര്യർ എത്ര പേരുണ്ട് എന്നാണ്. അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അലി അദ്ദേഹം പറഞ്ഞത് 5,68,000 വരുന്നതാണ്. അതായത് 6 ലക്ഷത്തിനോട് അടുത്ത് ആളുകൾ, അല്ലെ കുടുംബം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെന്നാണ്. എന്നാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, 1-1.5 മാസം കഴിഞ്ഞപ്പോഴേ നവംബർ 1-ാം തീയതി അത്തരത്തില് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റ രാത്രി കൊണ്ട് തേച്ചു മാച്ച് കളഞ്ഞു. എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്! ഇത്തരത്തിൽ പറയുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം. നമ്മുടെ റേഷൻ കാർഡ് 3-4 കളറിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെള്ള കാർഡാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അത് കഴിഞ്ഞാൽ പിങ്ക് കാർഡ്, അങ്ങനെ വരുന്നു. ഏറ്റവും ലാസ്റ്റ് മഞ്ഞ കാർഡ്. ഈ മഞ്ഞ കാർഡ് എന്ന് പറയുന്നത് ഏറ്റവും ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വ്യക്തികൾക്കുള്ളതാണ്. അത്തരത്തിൽ ഈ കേരളത്തിൽ അതിദരിദ്രര് എത്ര പേരുണ്ട് എന്നാണ് ഈ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 5,89,000 വരും. 6 ലക്ഷത്തിന് ഏകദേശം കുറവ് മാത്രം. അത്രത്തോളം അതിദാരിദ്ര്യരുള്ളവരാണ് ഇത്തരത്തിൽ ഈ AAY കാർഡ് മേടിക്കുന്നത്. അതിന്റെ പേരിൽ സാധാരണക്കാർക്ക് റേഷൻ കടകളിൽ നിന്ന് സൗജന്യ അരിയും മറ്റ് ധാന്യങ്ങളും കിട്ടുന്നു. അന്ത്യോദയ അന്നയോജന എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. അത്തരത്തിലുള്ള 6 ലക്ഷത്തിനോടടുത്ത് സാധാരണക്കാരായിട്ടുള്ള അതിദാരിദ്ര്യർ ഈ കേരളത്തിലുണ്ട് എന്ന് ഈ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് സുഹൃത്തുക്കളെ ഇവര് പറയുന്നത് ഇത്തരത്തിൽ 64,600 പേർ
അവർ മാത്രമാണ് ഇത്തരത്തില് ഇവിടെ അതിദാരിദ്ര്യം ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്തു. ഞങ്ങൾ അത് അംഗീകരിക്കുകയാണ്. തീർച്ചയായും ഈ കേരളത്തില് അതിദാരിദ്ര്യം ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 9 വർഷക്കാലം കഴിഞ്ഞല്ലോ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട്. ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിദാരിദ്ര്യം ഈ കേരളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ എന്ത് പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുവാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇതിന് എന്ത് പ്രോസസ്സിംഗിൽ കൂടിയാണ് ഇവരെ കണ്ടെത്തിയത് എന്ന് പറയണം. ഇതൊന്നുമില്ല. ഇത് ചില സന്യാസിമാര്, തട്ടിപ്പ് സന്യാസിമാരുണ്ടല്ലോ, ശൂന്യതയിൽ നിന്ന് വിഭൂതി സൃഷ്ടിക്കുന്നത് പോലെ ഇവരിങ്ങനെ ആവാഹിച്ചെടുത്തു. 64,000 ചില്ലുവാനം പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാക്കി. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ അതിദാരിദ്ര്യം ഒഴിവാക്കണമെങ്കിൽ, അതിദാരിദ്ര്യം അനുഭവിക്കുന്നവനില്ലായിരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അത്യാവശ്യമായി വേണ്ടുന്നത്? 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്. അവന് സമയാസമയങ്ങളിൽ നല്ല ഭക്ഷണം വേണം. അവന് താമസിക്കുവാൻ അടച്ചുറപ്പുള്ള വീടുണ്ടാവണം. അവന് ശുദ്ധജലം കിട്ടണം. അവന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണം. ഇത്തരത്തിലുള്ള 3-4 കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തത്? ഇത് പറയുവാൻ ഇവിടുത്തെ സഖാക്കന്മാര് തയ്യാറാവണം. അതിദാരിദ്ര്യം ഒഴിവാക്കിയെന്ന് വീമ്പ് പറയാൻ ഏത് പൊട്ടനും പറ്റും. അതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ എന്തൊക്കെ, അതിന്റെ പ്രോസസിംഗ് എങ്ങനെ, അത് ഏത് ഏജൻസിയാണ് സർവേ നടത്തിയത്, ആ സർവേയുടെ രേഖകൾ നിങ്ങൾ പുറത്തുവിടണ്ടേ? അത്തരത്തിലുള്ള നൂറുകണക്കിന് സംശയങ്ങൾ ഈ കേരളത്തിൽ ഓരോ വ്യക്തികൾക്കുമുണ്ട്. ഈ കടലുണ്ടി പഞ്ചായത്തിനുണ്ട്, ഈ 12ാം വാർഡിലുണ്ട്. ഇവിടുത്തെ സഖാക്കന്മാര് നാളെ ഈ വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴേ തീർച്ചയായും നിങ്ങൾ ചോദിക്കണ്ടേ, ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടുത്തെ സഖാക്കന്മാരുടെ മുഖത്ത് നോക്കി ചോദിക്കുവാൻ ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറാവണം. സുഹൃത്തുക്കളെ, ഞാനത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ഇങ്ങനെയുള്ള 6 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരന് അരിയും ധാന്യങ്ങളും കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. അതിൽ കൂടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരിയും പയറും പലവ്യഞ്ജനങ്ങളും ഈ സാധാരണക്കാരന് കൊടുത്തിട്ട് അതിന്റെ പ്രയോജനം പറ്റുന്നത് ഇവിടുത്തെ സഖാക്കന്മാർ. അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാൻ ആവാസ് യോജന എന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. ഈ കേരളത്തിൽ അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ലൈഫ് ഭവന പദ്ധതി എന്ന പേരിൽ. എത്രയാ ഇവരുടെ അതിൽ വരുന്നിട്ടുള്ള 60-40 എന്ന റേഷ്യോയിലാണ്. അത് തന്നെ ത്രിതല പഞ്ചായത്തിന്റെ കൂടി അതിൽ വരുന്നുണ്ട്, അതിന്റെ വിഹിതം വരുന്നുണ്ട്. 60% കേന്ദ്ര സർക്കാർ നേരിട്ട് കൊടുക്കുക, ബാക്കിയുള്ളത് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റുമാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ത്രിതല പഞ്ചായത്തിന് ഫണ്ട് ഉണ്ടാവുന്നത്? അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 80% കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് വെക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ഈ സാധാരണക്കാരന് വീട് വെക്കാൻ വേണ്ടി കൊടുത്ത പണം എവിടുന്നെയാണ്? അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്. ആ ഫണ്ട് എടുത്ത് കൊടുത്തിട്ട് അവൻ അടച്ചുറപ്പുള്ള വീട് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊയ്യുന്നത് ഇവിടെ അതിദാരിദ്ര്യം ഒഴിവാക്കി എന്നത്. ഇവിടെ ശുദ്ധജലം കൊടുക്കാൻ, പൈപ്പിലൂടെ ടാപ്പ് വെള്ളം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ട്, ജൽജീവൻ മിഷൻ. അത് ഈ സാധാരണക്കാരന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പദ്ധതി അവർക്ക് കിട്ടുമ്പോഴേ അതിന്റെ പ്രയോജനം പറ്റുന്നത് ആരാണ്? ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ്. കാരണം ഇവർ പറയുന്നത് അതിദാരിദ്ര്യം ഒഴിവാക്കി. ഈ അതിദാരിദ്ര്യം ഒഴിവാക്കാൻ ഇവർക്ക് എന്ത് പദ്ധതി ഉണ്ടെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കക്കൂസുകൾ, ശൗചാലയം, അതുപോലെയുള്ള അവസ്ഥകൾ അതാരാണ് കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ. ഇവിടെ കേരളത്തിൽ അതൊരു വലിയ വിഷയമല്ല. പക്ഷേ നാണക്കേട് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരൻ പറയുന്നുണ്ട് മോദിക്ക് കക്കൂസ് പണിയാനാണ് അതിന്റെ പൈസയെന്ന്. ഇവിടെ വടക്കേ ഇന്ത്യയിലൊക്കെ അത് വലിയ വിഷയം തന്നെയാണ്. കേരളത്തിൽ അത് വലിയ കാര്യമല്ലെങ്കിൽ പോലും എങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് ഈ ശൗചാലയം കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരൻ മുഴുവൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്നവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, അതിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രയോജനം പറ്റിയത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 64,000 ചില്ലുവാനം പേരെ അതിദാരിദ്ര്യം ഒഴിവാക്കിയെന്ന് കള്ളം പറഞ്ഞ ഈ പിണറായി സർക്കാർ എന്ത് മോശത്തരമാണ് കാണിക്കുന്നത്. ഇങ്ങനെ പദ്ധതികളെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് രാത്രി വരെ ഇവിടെ നിന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ
ഇവിടുത്തെ ഈ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇവിടെ BJPയുടെ മെമ്പർമാരുണ്ടാവും. അത്തരത്തിൽ ഒരു BJPയുടെ മെമ്പറെ നമ്മളിവിടെ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. 12ാം വാർഡിന്റെ NDA സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ ഷിജിമോൾ മത്സരിക്കുകയാണ്. ആ ഷിജിമോൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ മറ്റാർക്കും കാണാൻ കഴിയാത്ത തരത്തിലുള്ള നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം താമര ചിഹ്നത്തിൽ വോട്ടായി രേഖപ്പെടുത്തി ഷിജിമോളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രബോധിനി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സന്ധ്യ രാജേഷിനും ജില്ലാ പഞ്ചായത്തിലേക്ക് കടലുണ്ടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സത്യവതി ടീച്ചർക്കും താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അവർക്ക് രേഖപ്പെടുത്തി അവരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമുക്ക് ഈ വണ്ടിയും കൊടുക്കണം. വണ്ടി നമ്മുടെ ഇവിടുത്തെ അത് കൊടുത്തിട്ട് ശൈലേഷൻ അവിടെ ഒരു ആലിങ്ങലൊരു ഇതുണ്ട്, അവിടെ ഇങ്ങോട്ട് സംസാരിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം.